ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ഷാർജയിലെ അക്കോർത്തിലോട്ടോ. അപ്പം നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സാറാക്കുട്ടി അച്ഛനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ഹസ്ബൻഡൊക്കെ ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറാക്കുട്ടി ഇതിന് നമ്മൾ കൊണ്ടുപോയ സമയത്ത് നോയമ്പിൻ്റെ സമയമുണ്ട്. അപ്പം നമുക്ക് ടൈമിംഗ് അറിയാത്തതുകൊണ്ട് അത് ക്ലോസ് ആയിരുന്നു, കയറാൻ പറ്റിയില്ല. അപ്പം ഞാനും അച്ചാച്ചൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ട് കേട്ടോ. നമ്മളപ്പം ഒരു 5:30 കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് അപ്പം നേരെ പോകുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കഫ്തീരിയിൽ ചെന്നിട്ട് കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കഫ്റ്റീരിയയുടെ പേര് ടീ പാർക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ചായയും സ്നാക്സൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. ഉഴുന്നുവടയും നമ്മുടെ ഏത്തയ്ക്കാപ്പവും ചായയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ ടാക്സിക്കാണ് പോകുന്നത്. അപ്പോൾ ടാക്സിയിൽ കയറിയിട്ടോ ഭയങ്കര വെയിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെയാണ് ഈ ഒരു സമയമാകുമ്പോഴത്തേന് വെയിലൊന്നും ഇല്ലല്ലോ, ഒരു ഇരുട്ടിൻ്റെ ഒരു ഇതാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ 6 മണിയായിട്ടും ഭയങ്കര വെയിൽ ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. സാറാക്കുട്ടി കണ്ണടയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു സൺസെറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈന്തപ്പനയുടെ ഇടയിൽ കൂടെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ, അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു വ്യൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി കേട്ടോ. സൂര്യകിരീടം നെറ്റിയിൽ പതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പാട്ടൊക്കെ ഉണ്ടാക്കി പാടി നല്ല എൻജോയ് ചെയ്ത് പോവാം കേട്ടോ. അപ്പം നല്ല സ്മൂത്തായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു റോഡ് കയറിയപ്പോഴത്തേക്കിന് അത്യാവശ്യം ട്രാഫിക്കൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പം നല്ലൊരു യാത്രയായിരുന്നു. അവിടെ ചെന്നിട്ടുള്ള കാഴ്ച നല്ല അതിമനോഹരമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ അക്കോർത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഓൾമോസ്റ്റ് ഈ യുയിൽ എവിടെ പോയാലും ഇങ്ങനൊരു ബോട്ട് ഇങ്ങനെ ഉണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്തിനാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടുവിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ അക്കോർത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളിനി മേലോട്ട് കയറിപ്പോൾ. അപ്പോൾ പെട്ടെന്ന് കയറുന്നില്ല, ടൈം ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അകത്തോട്ട് കയറാമെന്നുള്ള പ്ലാനിൽ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇവിടെ കുറച്ച് വെള്ളവും ഇവിടെ ഇത് കണ്ടോ, നമ്മുടെ കടൽ കുതിര പോലെ എന്തോ ഒരു സാധനമൊക്കെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിൽ പോവാം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കിന് ലൈറ്റൊക്കെ പോയിട്ട് ഇരുട്ടുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാമെന്നുള്ള രീതിയിൽ കണ്ടു. ഇത് അത്യാവശ്യം വലിയ കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പാർക്കുണ്ട്, മ്യൂസിയം ഉണ്ട്, അക്വേറിയം ഉണ്ട്. ഇപ്പം നമ്മൾ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. അപ്പം റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് സെറ്റപ്പ് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ സാറക്കുട്ടിയുടെ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളും ഒരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചുമ്മാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോയും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇപ്പോഴത്തേക്ക് നമ്മൾ അകത്തോട്ട് കയറുകയാണെ ഒരാൾക്ക് 25 dirhams ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാസ് വേണ്ട, അല്ലാത്തവർക്ക് വേണം കേട്ടോ. അപ്പോൾ സാറയ്ക്ക് പാസ് എടുത്തു. ഇതിങ്ങനെ ഒരു നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഇവർ ഫോട്ടോ എടുത്ത് നമ്മളെ കാണിക്കുക. നമുക്ക് പിന്നീട് വേണമെങ്കിൽ അവരത് ഫ്രെയിം ചെയ്ത് തരും അതിന് വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ കുറേ ഷെൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നിടത്ത് വെച്ചിട്ടുണ്ട്. പല ഷേപ്പിലുള്ള ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ചെറിയൊരു വെള്ളക്കെട്ട് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു 3-4 ഷാർക്ക് ഉണ്ടായിരുന്നു. നമ്മളിത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ലൈറ്റൊക്കെ മാറിയിട്ട് ഒരു ബ്ലൂ ലൈറ്റൊക്കെ ഫുള്ള് സെറ്റായി അതിനകത്ത്. അപ്പോൾ അവിടെ നമ്മൾ മുന്നോട്ട് നടന്നു പോകുമ്പോഴത്തേൻ്റെ ഇത് കണ്ടു, ചെറിയ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് അതിനകത്താണ് കേട്ടോ ഇതുങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 കുഞ്ഞു കടൽ കുതിര പോലെ എന്തോ ഒരു സാധനം, എനിക്ക് ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റ് അറിയത്തില്ല, അവിടെ എഴുതിയും വെച്ചിട്ടില്ല കേട്ടോ. അത് ഇങ്ങനെ ഒരു മീൻ, ഇത് ഒരെണ്ണത്തിനകത്ത്, മറ്റേതൊരെണ്ണത്തിനകത്ത് പിന്നെ ചെറിയൊരു പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഇതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ നിറച്ച് അതിനകത്താണ് ഇവരിങ്ങനെ മീനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വലുതും ഉണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കേട്ടോ. കാരണം വലിയ ഷാർക്കൊക്കെ നമ്മുടെ സൈഡിൽ കണ്ടില്ലേ, നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് പോവും. അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ എടുത്ത്. പക്ഷേ സാറക്കുട്ടിക്ക് പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും വലിപ്പം ഉള്ളതുകൊണ്ടും പിന്നെ ഇത് ഇത്രയും നമ്മുടെ ക്ലോസ് ആയിട്ടല്ലേ പോകുന്നത്. അപ്പം ഇനി ഇവളെ കടിക്കുമോന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ചിന്ത വന്ന് കാണുമായിരിക്കും. അന്നേരം ഇപ്പം നല്ല കരച്ചിലായിരുന്നു. കരച്ചിൽ എന്ന് പറഞ്ഞാൽ അവൾക്ക് പേടിച്ചിട്ടുള്ള, അടുത്തൊന്നും പോകാൻ പറ്റാതെ നമ്മളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് കുറേ ഫാമിലീസ് വരുന്നുണ്ടായിരുന്നു. മലയാളീസ് ആണെങ്കിലും ഫിലിപ്പീൻസ്, എനിക്ക് തോന്നുന്നു അറബീസും അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ്
ഇങ്ങനെ എൻജോയ് ചെയ്ത് കുറേ നേരം ഇത് കണ്ടു കഴിഞ്ഞിട്ടാട്ടോ ഓരോ സെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കും അതെ, നമ്മളിങ്ങനെ ഇത്ര അടുത്തൊന്നും കാണുന്നില്ലല്ലോ. അതും ഏതൊക്കെ ടൈപ്പിലുള്ള മീനുകളാണ്, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത പോലത്തെ കളറും. ചിലതിൻ്റെയൊക്കെ വാല് കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഭയങ്കര കളർ ചേഞ്ചൊക്കെ വന്നിട്ട് നല്ല വരവരയൊക്കെ വരുന്ന നല്ല ടൈപ്പ്. ഞാനാണ് ഇതുങ്ങളെ അങ്ങ് നോക്കി നിൽക്കട്ടെ. എനിക്ക് ഇതുങ്ങൾ ഇത്രയും വലുത് ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ഭയങ്കര എന്തോ സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കുറേ നേരം അതുങ്ങളുടെ എല്ലാം കീഴേ പോയി നിൽക്കുന്നുണ്ടായിരുന്നു അടുത്തൂടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറൊരു സെക്ഷനിലോട്ട് പോയി. ഇവിടെയും കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പല സൈസിലുള്ള പല വെറൈറ്റി ഓഫ് മീനുകൾ ഇതേ കണ്ടില്ലേ, പല പല കളറിലുള്ള നല്ല മീനുകൾ, കുറേ യെല്ലോ ഷെയ്ഡിലൊക്കെ വരുന്ന മീനുകളുണ്ടായിരുന്നു. ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുണ്ടായിരുന്നു. ഇതിനെയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ നമ്മുടെ ശേരി പോകുന്നു, അതേ മത്തി പോകുന്നു, അതേ ചൂര പോകുന്നു, പിന്നെ കരിമീൻ പോകുന്നു അതിലെ, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില മീനെ കാണുമ്പോൾ നമ്മൾ കറി വെക്കാൻ മേടിക്കുന്ന മീനെ പോലൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വീണ്ടും അടുത്തൊരു സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അതിൽ ഇത് മാത്രം ഉള്ളായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ ഒരു ഇങ്ങനെ വരവരയുള്ള നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. അത് കുറേ അത് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സെക്ഷനിലോട്ട് ചെന്നപ്പോൾ നമുക്ക് മേലിൽ കൂടെയും നമ്മുടെ സൈഡിൽ കൂടെ എല്ലാം പോകുന്ന ഒരു ഇങ്ങനെ ഒരു ആർച്ച് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു മീനായിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ ചുമ്മാ എന്നെ കൊഞ്ഞനും കുത്തി കാണിക്കുന്നില്ല. അപ്പം ഞാനും അടുത്ത് നിന്ന് കുറേ നേരം ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് അത് മേളിലൊക്കെ പോയി പമ്മിക്കിടക്കട്ടെ. അപ്പം അതിനെയൊക്കെ കണ്ടപ്പോൾ സാറക്കുട്ടിക്ക് കുറച്ച് പേടിയായിരുന്നു. കുറച്ച് വലിപ്പം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ മണ്ടിക്കൂടൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കിയപ്പോഴത്തേക്കിന് അവിടെ ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ മീനുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ തലയ്ക്ക് മേളിതേ കിടക്കുന്ന, അത് അനങ്ങാതെ കിടക്കുന്നുണ്ട. അങ്ങനെ കുറേ നേരം അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് ചൂടെങ്കിലും നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൂളാകാൻ പറ്റി കേട്ടോ. കാരണം ചൂടില്ലല്ലോ, അകത്ത് നല്ല AC ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റി. പിന്നെ അവിടെ കുറേ ചെയറും കാര്യങ്ങളും, അതായത് ഇങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ സെറ്റപ്പ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ മീനുകളെയും കണ്ടിങ്ങനെ ആസ്വദിച്ച് അതിനെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പോകാൻ പറ്റും. അപ്പോൾ അതേ കണ്ടില്ലേ, കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി രസമായിരുന്നു. പിന്നെ ഇതിനകത്തൊക്കെ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 പേര് ലവ് അടിക്കാൻ നോക്കുന്നുണ്ട് കണ്ടോ. ഈ കളറുള്ള മീനും ഇവനും. ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് ഇവർ 2 പേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് സെറ്റാക്കാൻ നോക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മളതിങ്ങനെ പറഞ്ഞ് അവിടെ അവർ ട്യൂൺ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമ്മൾ വീണ്ടും ഇറങ്ങി നമ്മൾ പുറത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് ഒരു ഇരുൾമയുണ്ട് കണ്ടില്ലേ, ലൈറ്റൊക്കെ വേറൊരു കളർ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഗുഹയ്ക്കകത്ത് കയറുന്ന പോലെ. അവിടെ വീണ്ടും വേറൊരു സെക്ഷനിൽ വന്നു കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പം നമ്മുടെ ഈ കടലിൻ്റെ അടിയിലുള്ള എന്താ പറയുക ഓരോ മൺപുറ്റൊക്കെ പോലില്ലേ, അതുപോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ഗ്യാപ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവരൊക്കെ ഉറങ്ങുക, ശല്യമൊന്നും ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ അങ്ങനെ അനങ്ങാതെ അങ്ങ് ഇരിക്കുക. നമ്മൾ ആദ്യം വിചാരിക്കും ചത്ത് കിടക്കാമെന്ന്, പക്ഷെ അല്ല കേട്ടോ, അവർക്ക് ജീവനൊക്കെ ഉണ്ട്. പക്ഷെ അവരിങ്ങനെ അതിലങ്ങ് പറ്റി അങ്ങ് ഇരുന്ന് മേ ബി ഉറങ്ങുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെ കുറേ എണ്ണത്തിനെ കണ്ടു. നോക്ക് കണ്ടില്ല, ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് കയറി ഇങ്ങനെ അങ്ങ് ഇരിക്കുന്നു. അപ്പം അതും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. കാരണം നമ്മളെ ഈ വീഡിയോയ്ക്കകത്തൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ കടലിനടിയിലത്തെ സാധനങ്ങളൊക്കെ ഇത് കണ്ടില്ലേ. അപ്പം അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അപ്പം ആ മീനൊക്കെ ആണെങ്കിൽ അവത്തേൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന കാണാനായിട്ട് നല്ലൊരു കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പറക്കുന്ന ഇങ്ങനെ പോകുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ആ മീനെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. കണ്ടില്ല, ബ്ലാക്കും യെല്ലോയും കൂടെ ഒക്കെ ഒരു കളർ കോമ്പിനേഷൻ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് വീണ്ടും നമ്മൾ വേറൊരു സെക്ഷനിലോട്ട് വന്നു. ഇതിൻ്റെ അകത്തൊക്കെ കുറേ അവർ നമ്മുടെ കപ്പലിൻ്റെ ഒരു ചങ്ങല പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എനിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ പീസുകളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചുമ്മാ അതിനകത്ത് എടുത്തിട്ടേക്കാന്നൊക്കെ ചുമ്മാ തള്ളി മറിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ കുറേ നേരം ഇരിക്കുന്നു. ഈ ഒരു മീനാണെങ്കിൽ എൻ്റെ ദൈവമേ ഞങ്ങൾ കുറേ ചിരിച്ചു കേട്ടോ. അത് ഈ മീനാണെങ്കിൽ ഒരുമാതിരി എനിക്ക് വയ്യ, എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ ഉള്ള ഭാവത്തിലാണ് പോകുന്നത് കേട്ടോ. പുള്ളിക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. ഇത് സൂപ്പർ ഒരു മീനായിരുന്നു കേട്ടോ. നമ്മുടെ ഈ വീട്ടിലൊക്കെ കറി വെക്കാൻ മേടിക്കുന്ന ഒരു മീനിൻ്റെ ഒരു സ്റ്റൈലുണ്ടായിരുന്നു അതിന്. അപ്പം ഈ മീനാണെങ്കിൽ അങ്ങ് ഉറങ്ങി തൂങ്ങി പോകുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു
കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവനെ നോക്കി ഇങ്ങനെ നിന്ന് അവനെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞത്. ഇത് വലിയൊരു അമണ്ട സാധനം പോകുന്നുണ്ടോ, ഇതിപ്പോൾ കുഞ്ഞു മീനുകളെല്ലാം പേടിപ്പിക്കട്ടെ. ഇതിങ്ങനെ കറങ്ങി പോയിട്ട് മേളിലോട്ട് ചെന്നിട്ട് കുഞ്ഞു മീനുകളെല്ലാം ഇപ്പോൾ ഇടിച്ച് തെറിപ്പിച്ച് കണ്ട് പോകുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അത് ഇച്ചിരി വലിപ്പം ഉള്ളതുകൊണ്ട് ഇച്ചിരി കേമനാണെന്ന് തോന്നുന്നു അതിനകത്ത്. അപ്പോൾ ഒരു 4-5 മീൻ അതുപോലത്തെ അത്യാവശ്യം വലിപ്പമുള്ള വേറെ 5-6 മീനുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇതിൽ ഒത്തിരി പോകുന്നുണ്ട്. അപ്പോൾ ഈ വലിയ മീനൊക്കെ ഇതിനെയൊക്കെ കഴിക്കുമോ നമുക്കറിയത്തില്ലല്ലോ. കണ്ടില്ല, അതിങ്ങനെ ചീറിപ്പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക, ആരെങ്കിലും ലക്ഷ്യം വെച്ച് പോകുന്ന പോലെ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ എൻജോയ് ചെയ്തു, സാറക്കുട്ടി എൻജോയ് ചെയ്തു. സാറക്കുട്ടിക്ക് ഈ വലിയ മീനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും കുഞ്ഞു മീനിൻ്റെയൊക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് ഈ മീനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല കളറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടില്ലേ, അതിൻ്റെ വാലൊക്കെ കണ്ടില്ലേ, കുഞ്ഞു വാല്, ആ വാലിനകത്ത് കുഞ്ഞു കുഞ്ഞു കളർ കണ്ടില്ലേ, നല്ല യെല്ലോ കളറുള്ള നല്ല വാലുള്ള മീനുകൾ. പിന്നെ വേറൊരു സെക്ഷൻ എന്ന് പറയുമ്പം ഇതുപോലെ മരത്തിൻ്റെ വേരിനകത്ത് അവർ വെള്ളം സെറ്റ് ചെയ്തിട്ട് മീനുകളെ ഇട്ടിരിക്കുന്നു. ഈ മരം ആർട്ടിഫിഷ്യൽ ആട്ടോ, ഒറിജിനൽ അല്ലാട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 5-6 മരങ്ങളും അതിനകത്ത് വെള്ളം ഇട്ടിട്ട് കുറേ പല സൈസിലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു തീരെ പൊടിമീനുകൾ, അപ്പോൾ വളർന്ന് വരുന്നതേ ഉള്ളൂന്ന് തോന്നുന്നു. അപ്പോൾ തീരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതേ കാണത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് പിന്നെ ഇത് സ്റ്റാർ ഫിഷ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഇതിന് അനക്കമൊന്നുമില്ല ഗൈസ്, ഇങ്ങനെ വെറുതെ കിടക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് സ്റ്റാർ ഫിഷ് ആയിരിക്കും. പിന്നെ ഈ മീൻ കണ്ടോ, ഈ മീൻ നമ്മുടെ നാട്ടിൽ മുഷിയില്ലേ, ആ മീൻ്റെ ഒക്കെ ഒരു പോലുണ്ട്. അതാണോ ആയിരിക്കത്തില്ല, വേറെ എന്തോ മീനാണ്. അപ്പോൾ ഇതുങ്ങളുടെ ഒന്നും പേരില്ല, അല്ലെങ്കിൽ നമുക്ക് പേരും കൂടെ വായിച്ചു പോകാമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള ഒരു മീനായിരുന്നു അത്. അപ്പോൾ ഇവിടെയും കുറേ മീനുകളുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വേരിനകത്തൊക്കെ കിടക്കുന്നുണ്ട്, നമുക്ക് കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഇതുങ്ങളെല്ലാം ഒന്നിച്ച് ഒരുപാട് മീനാകുമ്പോൾ കൂട്ടം കൂടി പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. അവിടെ നിന്ന് നമ്മൾ പിന്നെ വേറൊരു സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അതായത് 2 സൈഡിലും വെള്ളക്കെട്ട്, അതിൽ കുറേ ഇതുപോലത്തെ മീനുകൾ. അപ്പോൾ നമുക്ക് നടുക്കൂടെ നടന്നു പോകാൻ പറ്റും. ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ താഴെ കൂടെ പോകുന്ന മീനുകളൊക്കെ കാണാൻ പറ്റുന്നത്. സാറക്കൂടി തന്നെ അവിടെ ചെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ കൊണ്ട് ഇത് കംപ്ലീറ്റ് തീരും കേട്ടോ. കണ്ടില്ലേ, സാറക്കൂട്ടി നടന്നു വരുന്നത്. ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാം. അപ്പോൾ കണ്ടില്ലേ, ഈ 2 സൈഡിലും ഇങ്ങനെ എന്താ പറയുക, വെള്ളം നിറച്ചിട്ട് അതിനകത്ത് മീനുകൾ. ഇവിടെ പക്ഷേ ഒരുപാട് മീനുകളൊന്നുമില്ല കേട്ടോ, കുറച്ച് മീനുകളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ പിന്നെ എനിക്കൊന്ന് വലയാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ സാധനം ഈ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല എന്തുവാന്നുള്ളത്. അപ്പോൾ അതും ഇങ്ങനെ കണ്ടു. പിന്നെ കുറേ സ്ക്രീൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നോക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ ഇതിനെപ്പറ്റി ൊക്കെ ഉള്ളതായിരിക്കും. ഒരു സ്ക്രീനിൽ ചെന്നിട്ട് സാറക്കുട്ടി എവിടേക്കോ പിടിച്ച് ഞെക്കി, ചെറിയ കാർട്ടൂൺ പോലെ എന്തോ ഒരു സംഭവം വന്നു കേട്ടോ. അവളെവിടെയോ പിടിച്ചൊക്കെ ഞെക്കിയിട്ട് തന്നെ അത് വന്നാണേ. അപ്പോൾ പിന്നെ അവിടെ കുറേ നേരം അവൾ നിന്നത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികളും വന്ന് അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ ഇതെടുത്ത സമയത്ത്. പിള്ളേരാണല്ലോ, അവർക്ക് അതൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇതിൽ കുറേ പോയിന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. 300 പോയിന്റ്, 410 പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു പേടിയായി, ദൈവം ഇവളിത് കളിച്ച് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് വല്ല പേയ്മെൻറ്റും ചെയ്യേണ്ടി വരുമോ എന്ന് ഓർത്തിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പിന്നെ അത് ക്ലോസ് ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പോൾ ജോസഫേനും ഹസ്ബൻഡും ഒക്കെ പോയി നിന്നിട്ട് അതിന് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെന്നപ്പോൾ ഫോട്ടോ എടുത്ത ഒരു സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരവരോട് ഫ്രെയിം ചെയ്തിട്ട് അവരതിനെപ്പറ്റി പറയാം കേട്ടോ. ഭയങ്കര റേറ്റ് ആയിരുന്നു, 75ഉം 55ഉം ആയിരുന്നു കേട്ടോ റേറ്റ്. അപ്പോൾ നമ്മളതൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സുനീസ് കിച്ചണിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ സമയം ഒരു 9:30-10 മണിയൊക്കെ അടുത്തായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ സുനീസ് കിച്ചണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര തിരക്കുള്ളതൊരു സമയമാണ്. ഈവനിങ് ടൈമിലൊക്കെ ഭയങ്കര തിരക്കും വരും. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് പൊറോട്ടയും അപ്പവും പിന്നെ ഹണി ചിക്കനും പിന്നെ കൂർക്കയും ബീഫും കൂടെ ഉള്ളൊരു കറിയും. അതൊരു അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് ഫ്രൈയും ആട്ടോ പറഞ്ഞത്. അപ്പോൾ സാറക്കുട്ടിക്ക് നമ്മളൊരു അപ്പം ഇങ്ങനെ പിച്ചി കീറി ഇട്ട് കൊടുത്തു. കറിയൊന്നും അവൾ കഴിക്കത്തില്ല. അപ്പോൾ അതിങ്ങനെ പിച്ചിനുള്ളിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേനും അവളതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.